ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാൻ വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ചും അവൻ ചെയ്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നല്ലോ. അവൻ്റെ സ്വഭാവത്തിലുള്ള അനേക കാര്യങ്ങളെ നാം ചിന്തിച്ചു. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് 14 കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇന്ന് നമ്മൾക്ക് ഒരു 14ാമത്തെ കാര്യം വായിക്കാം. നമുക്ക് ഒരു വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 14 അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അവൻ പൗലോസ് സംസാരിക്കുന്ന കേട്ടു. അവനെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിപ്പാൻ അവനും വിശ്വാസമുണ്ടെന്ന് കണ്ടിട്ട് നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്ന് ഉറക്കെ പറഞ്ഞു. ഇവിടെ 14ാമതായിട്ട് അപ്പോസ്തലനായ പൗലോസിന് രോഗികളെ സൗഖ്യമാക്കുവാനുള്ള കൃപ ലഭിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ അനേക രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. നടക്കുവാൻ വയ്യാത്തവർക്ക് അവരെ നടത്തുവാനായിട്ട് ദൈവം കൃപ ചെയ്തു. ഒത്തിരി കുരുട രോഗികളെ, കണ്ണ് കുരുടായിട്ടിരിക്കുന്നവരെ സൗഖ്യമാക്കുന്നതായിട്ടും, ചെവി കേൾക്കാത്തവർക്ക് ചെവി കേൾക്കുവാൻ സഹായിക്കുന്നതായിട്ടും, മാത്രമല്ല ഭൂതഗ്രസ്തരെ സൗഖ്യമാക്കുന്നതൊക്കെ നമുക്കറിയാം. കർത്താവായ യേശു ക്രിസ്തു ദൈവവുമാണ്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ആ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ കർത്താവാണ് ഈ സൗഖ്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് നമുക്ക് അപ്പോസ്തലനായ പത്രോസിനെ നമുക്ക് പല സ്ഥലങ്ങളിലും അപ്പോസ്തലന്മാരെ പലരെയും കാണാം. അവരെല്ലാം അവർ പോകുന്ന വഴികളിൽ രോഗികളെ കർത്താവിൻ്റെ കൃപയാൽ, കർത്താവിൻ്റെ ശക്തിയാൽ സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസും നമുക്ക് രോഗികളെ സൗഖ്യമാക്കുന്ന കാഴ്ച നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ബർന്നബാസും പൗലോസും കൂടെ അവിടെ ചെന്നപ്പോൾ അവന് കുരുടനാണ്. അപ്പോൾ അവർ ഈ പൗലോസിനെയും ബർന്നബാസിനെയും നോക്കുന്നതായിട്ട് കാണുന്നു. അവനെന്തെങ്കിലും സഹായം കിട്ടുവാനായിരിക്കും അവൻ നോക്കിയത്. അപ്പോൾ അതുകൂടാതെ പൗലോസിനെയും അപ്പോസ്തലനെയും ഈ പൗലോസും അപ്പോസ്തലനും കർത്താവിലുള്ള ശക്തിയെക്കുറിച്ച് അവൻ അറിഞ്ഞു കാണും. അതുകൊണ്ടാണ് അവനെ ഉറ്റുനോക്കി. അപ്പോൾ പൗലോസിന് മനസ്സിലായി ഇവനെ സൗഖ്യം പ്രാപിപ്പാനുള്ള വിശ്വാസമുണ്ട് എന്നുള്ളത്. വിശ്വാസമുള്ളവരെ മാത്രമേ, അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ അവരെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ പൗലോസ് അവനോട് പറയുന്നതാണ്, നീ എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുമെന്ന് ഉറക്കെ പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. അപ്പോൾ അടുത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മഹത്വം മുഴുവനും കർത്താവിനായിട്ട് കൊടുക്കുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്ര വലിയൊരു കാര്യം ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പറഞ്ഞു, ഇത് മറ്റാരുമല്ല, ദേവന്മാർ ഈ ലോകത്തിലേക്ക് വന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അവർ ബർന്നബാസിന് ഇന്ദ്രൻ എന്നും പൗലോസിന് മുഖപ്രസംഗിയായാൽ ബുധൻ എന്നും പേർ വിളിച്ചു. എന്നാൽ അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും അവരുടെ സ്വയം കഴിവിൽ ഒട്ടും, ഇന്ന് പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്തിട്ട് നാം ചെയ്യുന്നു എന്നുള്ള അല്ലെങ്കിൽ സ്വയം ചെയ്യുന്നു എന്നുള്ള ആ സംസാരത്തിലും അവരുടെ പ്രവൃത്തിയിലും അത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഇവിടെ നമുക്ക് കാണുന്നത്, അവിടെ നമുക്ക് ഇവരുടെ മഹത്വം കംപ്ലീറ്റ്ലി കർത്താവിന് കൊടുത്തു. ഇന്ദ്രനെന്നും ബുധനെന്നും ഒക്കെ വിളിച്ചു. അവരെ പൂമാല ഇടുവാനും അവരെ ആരാധിക്കാനും ഒക്കെ, അവർക്ക് വേണ്ടി യാഗം കഴിക്കാനും ഒക്കെ തുടങ്ങുന്ന ആ ജനത്തിൻ്റെ മുമ്പാകെ അപ്പോസ്തലന്മാരായ ബർന്നബാസും പൗലോസും കേട്ടിട്ട് വസ്ത്രം കീറിക്കൊണ്ട് പുരുഷാരത്തിൻ്റെ ഇടയിലേക്ക് ഓടിച്ചെല്ലുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞതിന് ശേഷം അവരോട് പറയുന്നതാണ്, പുരുഷന്മാരെ നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത്? ഞങ്ങൾ നിങ്ങളോട് സമസ്വഭാവമുള്ള മനുഷ്യരാണ്. അപ്പോൾ അവർ കർത്താവിൻ്റെ കൃപയാലാണ് അത് ചെയ്തതെന്നുള്ള പൂർണ്ണമായിട്ടുള്ള
ആ കർത്താവ് കൊടുത്ത താലന്ത് അത് കർത്താവ് കൊടുത്തതാണ്, കർത്താവിൻ്റെ മഹത്വത്തിനായിട്ട് കൊടുത്തതാണ്. അത് അവരുടെ സ്വന്തം കഴിവിനല്ല, അത് മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവ് കൊടുത്തതാണ് എന്നുള്ളൊരറിവ് അപ്പോസ്തലനായ പൗലോസിനും ബർന്നബാസിനും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹത്വം കംപ്ലീറ്റ്ലി ആയിട്ട് കർത്താവിന് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവർ പറയുന്നുണ്ട്, ഈ ജീവനുള്ള ദൈവത്തിലെങ്കിൽ നിങ്ങൾ ഈ ഇങ്ങനെയുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വിട്ട് ഒരു ജീവനുള്ളൊരു ദൈവമുണ്ട്, ആ ദൈവത്തിലേക്ക് തിരിയണമെന്ന് പറയുവാനായിട്ട് സാധിച്ചു. എന്നാൽ അങ്ങനെ തന്നെത്താൻ താഴ്ത്തുന്ന ഒരു പൗലോസിനെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. തന്നെത്താൻ താഴ്ത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന പൗലോസിനെ കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ അപ്പോഴാണ് അന്തോക്യയിൽ നിന്ന് വന്നവരായിട്ട് ചിലർ വന്ന് യഹൂദന്മാർ വന്ന് പുരുഷാരത്തെയൊക്കെ വശത്താക്കി 1 മിനിറ്റ് കഴിഞ്ഞ് ആ മനുഷ്യരുടെ ആ മനോഭാവങ്ങൾ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 1 മിനിറ്റ് മുമ്പ് അവർ ദേവന്മാർ വന്നതാണെന്ന് പറഞ്ഞ് അവരെ നമസ്കരിക്കുവാനായിട്ടും അവർക്ക് വേണ്ടി യാഗം കഴിക്കുവാനായിട്ടും തുടങ്ങുന്ന അവർ ഇപ്പോൾ ഇതാ പൗലോസിനെ കല്ലെറിയുന്നതായിട്ട് കാണുന്നു. എത്ര കല്ലെറിഞ്ഞു എന്നുള്ള കഷ്ടത അനുഭവിച്ചപ്പോൾ കഷ്ടതയുടെ മധ്യത്തിൽ കൂടെ പോയെങ്കിലും ആ കർത്താവിന് വേണ്ടി കല്ലേറ് ഏൽക്കുവാനോ കഷ്ടത അനുഭവിപ്പാനോ യാതൊരു പ്രയാസമില്ലാത്ത നമുക്ക് ഇവിടെ 17-ാമതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. കർത്താവിനായി കല്ലേറ് കൊള്ളുന്ന പൗലോസിനെ ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അവർ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പുറത്തിട്ട് തള്ളിയതാണ്. എന്നാൽ പൗലോസ് എഴുന്നേറ്റ് പിന്നെയും കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ധൈര്യത്തോടുകൂടെ പോകുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് 18-ാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കഷ്ടത അനുഭവിച്ചു, കല്ലേറ് കൊണ്ടു, എന്നാൽ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന പൗലോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. 14-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ പൗലോസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അവർ ലുസ്ത്ര, ഇക്കോനി, അന്തോക്യ എന്ന പട്ടണങ്ങളിലേക്ക് മടങ്ങിച്ചെന്നു. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും നാം അനേക കഷ്ടങ്ങൾ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ചു. ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോന്നു. കഷ്ടതയിൽ കൂടെ പ്രയാസങ്ങൾ കൂടെ കടന്നു പോയപ്പോഴും മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന പൗലോസിനെയും ബർന്നബാസിനെയും നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം അവർ ചെയ്യുന്നത് സഭ തോറും സഭ തോറും അവർ അനേക സഭകൾ അവർ മുഖാന്തരം ഉണ്ടായിട്ടുണ്ട്. ആ സഭ തോറും മൂപ്പന്മാരെ നിയമിക്കുകയും അതുകൊണ്ട് അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് മൂപ്പന്മാരെ നിയമിക്കുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, അതിന് ശേഷം വളരെ താഴ്മയോടുകൂടെ തന്നെ വിട്ട സ്ഥലത്തേക്ക് മടങ്ങിപ്പോകുന്ന, തങ്ങളെ വേലയ്ക്ക് പ്രാർത്ഥിച്ചയച്ചവരുടെ അടുക്കിലേക്ക് ചെന്ന് തങ്ങളുടെ പ്രവൃത്തികളെ അവരോട് പറയുന്ന പൗലോസിനെ നമുക്ക് 19-ാമതായിട്ട് കാണാനായിട്ട് സാധിക്കും. എത്തിയ ശേഷം അവൻ അവിടെ സഭയെ ഒരുമിച്ച് കൂട്ടി. നമുക്ക് 27-ാം വാക്യത്തിൽ അവിടെ എത്തിയ ശേഷം സഭയെ ഒരുമിച്ച് കൂട്ടി ദൈവം തങ്ങളോടുകൂടി ഇരുന്ന് ചെയ്തൊക്കെയും ജാതികൾ വിശ്വാസത്തിൻ്റെ വാതിൽ ജാതികൾക്ക് തുറന്നു കൊടുത്തു അറിയിച്ചു. അങ്ങനെ അവർ അവിടെ കുറച്ച് നാൾ പാർത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പൗലോസിൻ്റെ ജീവിതത്തെ നമ്മൾ ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ എത്ര അനുഗ്രഹിക്കപ്പെട്ട പാഠങ്ങളാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. പോയ വഴിക്ക് അത്ഭുതങ്ങൾ നടന്നു, അനേകർ രക്ഷിക്കപ്പെട്ടു, അവിടെ അങ്ങനെ സഭകളുണ്ടാകുവാൻ ഇടയായിട്ട് തീർന്നു. ഇതൊന്നും കഴിഞ്ഞതിന് ശേഷവും തിരിച്ച് പൗലോസിനെ ഏത് സ്ഥലത്തു നിന്ന് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് അയച്ചുവോ ആ സ്ഥലത്തേക്ക് വന്ന് ആ സഭയോട് വിവരങ്ങൾ പറഞ്ഞ് അവർ ഒന്നിച്ച് കർത്താവിൽ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അനേക ഗുണപാഠങ്ങൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് നമുക്ക് ദൈവം തന്നിരിക്കുന്നതായിട്ടുള്ള താലന്തുകളെ അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്, ആരുടെ മഹത്വത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടു. 14-ാമതായിട്ട്
സൗഖ്യമാക്കുന്നു. ദൈവത്തിൻ്റെ കഴിവിനാൽ സൗഖ്യമാക്കുന്ന ആ താലന്തുകളെ ഉപയോഗിക്കുന്ന പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 15-ാമതായിട്ട് നമ്മൾ കണ്ടത് മഹത്വം കർത്താവിന് കൊടുക്കുന്ന പൗലോസിനെയും ബർന്നബാസിനെയും കാണുവാനായിട്ട് സാധിക്കും. 16-ാമതായിട്ട് കല്ലേറേൽക്കുന്ന പൗലോസിനെയും ബർന്നബാസിനെയും കാണുവാനായിട്ട് സാധിക്കും. അതായിട്ട് കഷ്ടതയുടെ മധ്യത്തിൽ 18-ാമതായിട്ട് കഷ്ടതയുടെ മധ്യത്തിൽ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്ന പൗലോസിനെ കാണുവാനായിട്ട് സാധിക്കും. തന്നെത്താൻ താഴ്ത്തുന്ന പൗലോസിനെ കാണുവാനായിട്ട് സാധിക്കും. ലാസ്റ്റായിട്ട് നമ്മൾ കണ്ടത് വേലയ്ക്കായിട്ട് പ്രാർത്ഥിച്ചയക്കുന്നവരുടെ ഇടയ്ക്ക് അടുത്ത് മടങ്ങിച്ചെന്ന് വിവരങ്ങളെല്ലാവരോട് പറഞ്ഞ് ആ കർത്താവ് ചെയ്ത കാര്യങ്ങൾ അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത് പറയുന്നതായിട്ടും ഒന്നിച്ചവർ സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ പൗലോസ് അപ്പോസ്തലനെ പോലെ നമുക്ക് കിട്ടിയതായിട്ടുള്ള കഴിവുകൾ കർത്താവിന് വേണ്ടി ഉപയോഗിക്കാനും മഹത്വം കർത്താവിന് കൊടുക്കുവാനും കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാനും നമ്മളെ അയച്ചവരെയും നമ്മളെ സഹായിച്ചവരെയും മറന്നു പോകാതിരിക്കാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.